ബസ് ഞങ്ങൾ ഇറക്കി ബസ് വിട്ടു കേട്ടോ. അൽ മക്തൂം എയർപോർട്ടിലാണ്. പിന്നെ നമ്മൾ ദുബായ് എയർപോർട്ട് പോലെ തിരക്കൊന്നുമില്ല. ഇങ്ങോട്ട് ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. ദുബായ് യൂണിയൻ ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ സാധാ ഇതുപോലുള്ള ബസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബസ് നമ്പർ ഇതാ F55 അൽ മക്തൂം ഇൻ്റർനാഷണൽ എയർപോർട്ട്. യൂണിയൻ ബസ് സ്റ്റേഷനും അതുപോലെ ചിലപ്പോൾ ഹുബൈബിൽ നിന്നൊക്കെ കിട്ടുകയെന്നറിയാം. യൂണിയൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ. നമ്മളെ നാട്ടിലെ കണ്ണൂർ എയർപോർട്ട് പോലെ ഉണ്ട്. വലിയ തിരക്കൊന്നും കാണുന്നില്ല. അപ്പോൾ നമുക്കങ്ങനെ ഉള്ളിലേക്ക് നീങ്ങാം. കാലിയാണ്, ആരുമില്ല. എയർപോർട്ട് ഫുള്ള് ഫ്രീ. എനിക്കൊന്ന് കിഷിലേക്ക് വന്നാൽ നമ്മൾ മാത്രമേ ഈ ടൈമിലിവിടെ ഉള്ളൂ. ഈ അൽ മഖ്ദൂം എയർപോർട്ടിൽ പ്രധാനമായിട്ട് ചരക്ക് വിമാനങ്ങൾ മാത്രമാണ് ഇറങ്ങാറുള്ളത്. ഈ ജബൽ അലി എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഈ ദുബായിലെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണല്ലോ. അപ്പോൾ ധാരാളമായിട്ട് ചരക്ക് വിമാനങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്. പാസഞ്ചേഴ്സിനുള്ള വിമാനങ്ങളൊക്കെ വളരെ റെയറാണ്. ഇതുപോലുള്ള കിഷിലേക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് മാത്രമേ എന്തുള്ളൂ ഈ പാസഞ്ചേഴ്സ് വിമാനങ്ങളുള്ളൂ. ഞങ്ങൾ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ ഞങ്ങൾ വെയിറ്റിംഗ് ഫോർ ദ ഫ്ലൈറ്റ്. ഇവിടെ വെയിറ്റ് ചെയ്യാൻ പോയി ടെർമിനലിലേക്ക് പോവുകയാണ്. പിന്നെ A4 പറഞ്ഞു. അപ്പോൾ ഒന്നുമില്ല, വളരെയധികം നല്ല പെരുമാറ്റം കേട്ടോ. നമ്മളെ ചില എയർപോർട്ടിലോ കണ്ണൂർ എയർപോർട്ടിൽ തന്നെ പറയാം, എന്തിനു പോന്നു, എവിടെ പോന്നു, പിന്നെ എന്താണ് അവിടെ ആരാ ഉള്ളത്, എല്ലാം ഒരു എന്താ പറയുക മൊത്തം അറിയണം. നമുക്കൊരു രാജ്യം ഒരു വിസ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട് മാന്യമായ രീതിയിൽ നല്ല റൂട്ടിൽ അങ്ങോട്ട് പോകാനുള്ള അവകാശമുണ്ട്. അത് നമ്മുടെ എന്താ പറയുക നമുക്ക് ഉള്ള അവകാശം തന്നെയാണ്. അപ്പോൾ അതിനിങ്ങനെ കുത്തി ചോദ്യം ചെയ്ത് നമ്മളെന്തോ വലിയൊരു ക്രിമിനലാക്കാനുള്ള ചില ആളുകളൊരു ശ്രമമുണ്ട്. ഇതൊക്കെ വളരെ മാന്യമായ നമ്മളൊരു ഐലൻഡിലേക്കാണ് പോകുന്നത്. വളരെ മാന്യമായ ഇടപെടൽ. ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ ഡ്രസ്സൊക്കെ മാറ്റി എനിക്ക് പല എയർപോർട്ടിൽ നിന്ന് എനിക്ക് തന്നെ എൻ്റെ യാത്രയിൽ അനുഭവങ്ങളുണ്ടായിട്ട് അതൊക്കെ. പിന്നെ പോട്ടെ, പിന്നെ നമ്മളെ വിഷയത്തിലേക്ക് വരാം. ഇതാ ഇവിടെ ചെറിയ ചെറിയ എന്തുണ്ട് ഷോപ്പുകൾ. വലിയ നമ്മളെ ദുബായിലുള്ള പോലെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. വളരെ ശാന്തമായ അന്തരീക്ഷം. എല്ലാവരും ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയിൽ ഇതാ ഈ ഒരു കാഴ്ച വളരെ എന്താ പറയുക വ്യത്യസ്തമാണ്. ഒരു ചെറിയൊരു ടീ ഷോപ്പാണ് നിങ്ങൾ കാണുന്നില്ലേ. ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രം കണ്ടുവന്നിട്ടുള്ളതെന്ന് പറയാം ഗുഡ്സ് ഗൾഫിലെ നിരത്തുകളിലൊന്നും നമ്മൾ കാണാത്ത ഒരു സാധനമാണ്. ഞാൻ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ വർഷങ്ങളായിട്ട് ഇവിടെയുള്ള ആരെങ്കിലും ഗുഡ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല, ഞാനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനും ഇയാളും പുതിയ ആളാണ്. അപ്പോൾ നമ്മളെന്തായാലും ഈ ഗുഡ്സ് എന്ത് ചെയ്തിട്ടില്ല, എവിടെയും കണ്ടിട്ടില്ല. ഇതിപ്പോൾ നാട്ടിൽ നിന്ന് ഇതിനായിട്ട് ഇറക്കുമതി ചെയ്ത ഒരു സംഭവമാണ്. എന്തായാലും ഈ ഒരു സെറ്റപ്പ് വേണ്ട, ടയർ പഞ്ചറായില്ല കേട്ടോ. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെറ്റാണ്. നല്ലൊരു കൺസെപ്റ്റാണ് കേട്ടോ. നമ്മുടെയൊക്കെ നാട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. ചെറിയ രീതിയിലൊരു കോഫി ഷോപ്പൊക്കെ ആരംഭിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു ആക്രിക്കടയിലെങ്ങാനും ചെന്ന് ഇതുപോലൊരു ഗുഡ്സൊക്കെ സംഘടിപ്പിച്ച് പിന്നെ എന്ത് ചെയ്യുക, ഇതുപോലത്തെ നല്ലൊരു ഭംഗിയാക്കി എടുത്താൽ തന്നെ വല്ലാത്തൊരു അട്രാക്റ്റീവാണ് കേട്ടോ. പ്രത്യേകിച്ച് പുതിയ ജനറേഷന് കൂടുതൽ ഇതിലേക്ക് ഇൻട്രാക്ട് ചെയ്യാൻ എന്താവും അതൊരു കാരണമാവും. പിന്നെ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള പല സംവിധാനങ്ങളും ഇപ്പോൾ ഉണ്ട്. അതായത് ഈയിനിടയിൽ ഒരു വീഡിയോ കണ്ടു, കാറിൻ്റെ ബോണറ്റ് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഗ്രില്ല്, അങ്ങനെയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ എന്തുണ്ട്. പിന്നെ മറ്റേ ട്രാവലറിൽ ഹോട്ടലായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ദുബായ് ഇൻ്റർനാഷണൽ, അതായത് ദുബായ് അൽ മഖ്ദൂം ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ, അതായത് കിഷ് ഐലൻഡ് കൂടുതലൊന്നും അറിയില്ല, ആദ്യമായിട്ടുള്ള യാത്രയാണ്. പിന്നെ നമുക്കെന്ത് ചെയ്യാം, പരിചയപ്പെടാം. കൂടുതൽ മലയാളി വ്ളോഗേഴ്സൊന്നും അവിടെ വീഡിയോ ചെയ്തതായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ പിന്നെ നമുക്ക് റെഫറൻസിനും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ നമ്മുടേതായ ഒരു എക്സ്പീരിയൻസിലുള്ള വീഡിയോ ആയിരിക്കും, അതായത് ഡയറക്റ്റുള്ള അനുഭവങ്ങളായിരിക്കും. നമുക്ക് കാത്തിരിക്കാം. തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഒരു കിഷ് ഐലൻഡിൻ്റെ ഒരു വീഡിയോ നമുക്ക്